നമുക്കൊരു ബാർകോഡ് പ്രിൻ്ററിൽ എങ്ങനെ അതിൻ്റെ ബാർകോഡ് റിബൺ ഇൻസ്റ്റാൾ ചെയ്യാം, ബാർകോഡ് സ്റ്റിക്കർ ലേബൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇത് ESYPOS എന്ന് പറയുന്ന കമ്പനിയുടെ ബാർകോഡ് പ്രിൻ്ററാണ്. ഒരുപാട് കമ്പനിയുടെ പ്രിൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്ത് പിടിച്ച് ഓപ്പൺ ചെയ്യാം. ശേഷം നമുക്ക് ഇതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് സ്റ്റിക്കർ വരുന്നത്, ഫ്രണ്ട് സൈഡിൽ ഉൾഭാഗത്തായിട്ടാണ് റിബൺ വരുന്നത്. നമുക്ക് അതിന് ഇൻസ്റ്റാളേഷൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ റിബണാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിന് മുൻഭാഗത്തായിട്ട് ഒരു പ്രസ് ബട്ടൺ കാണാൻ സാധിക്കും. ഇത് TSC പോലത്തെ കമ്പനികൾക്ക് ചെറിയ ഡിഫറൻസ് വരും ഡിസൈനിങ്. ആക്ച്വലി വർക്കൊക്കെ ഒന്ന് തന്നെയാണ്. ഇത് പ്രസ് ചെയ്ത് പിടിക്കുക, ഓപ്പൺ ചെയ്യാം. ശേഷം ഉള്ളിൽ 2 സ്റ്റിക്ക് വരുന്നുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. അപ്പോൾ അത് ഇവിടെ ഒരു സ്പ്രിങ് പോലുള്ള ഒരു ഹാൻഡിലാണ്. അപ്പോൾ അത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും പ്രസ് ചെയ്ത് പിടിക്കുക, ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഇത് രണ്ടും മാറിപ്പോകരുത്. ശേഷം നമുക്ക് റിബൺ എടുക്കാം. ഇതേ രീതിയിലാണ് റിബൺ എടുക്കേണ്ടത്. തല ഇങ്ങോട്ട് തിരിഞ്ഞു പോകരുത്, ഇതേ രീതി. ശേഷം സ്റ്റിക്ക് ഇൻസ്റ്റാളേഷനാണ്. ഇതിൻ്റെ സൈഡ് മാറിപ്പോകരുത്. ഇത് 3 ഇഞ്ച് സൈസ് ബാർകോഡ് റിബണാണ്. ആക്ച്വലി സ്റ്റിക്ക് 4 ഇഞ്ച് സൈസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ സെറ്റാക്കണം. ഇതിനൊരു സ്കെയിൽ കാണാൻ സാധിക്കും ഇവിടെ. ഓക്കെ. ശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു കോറ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ റിബണിൻ്റെ മറ്റേ അറ്റം വെച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ക് അല്ലെങ്കിൽ പശ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റിക്കർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ശേഷം അടുത്ത സ്റ്റിക്കിൻ്റെ ലെഫ്റ്റും റൈറ്റും മാറാതെ തന്നെ ഇത് നമ്മൾ ഇട്ടത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി റിബണിൻ്റെ പുറം സൈഡിലാണ് ഇങ്ക് വരുന്നത്, ഉൾഭാഗത്ത് ഇങ്കില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓക്കെ. റിബൺ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാർകോഡ് സ്റ്റിക്കർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. ഇവിടെയും സ്കെയിൽ ആണ്. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം മാനുവലായിട്ട്. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പ്രസ് ബട്ടൺ അമർത്തി പിടിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ ഇവിടെ ഒരു സ്റ്റീൽ കളറിലൊരു സ്റ്റിക്ക് കാണാൻ, അതിൻ്റെ താഴത്തൂടെ ഇവിടെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ബാർകോഡിൻ്റെ സൈസ് സ്റ്റിക്കറിൻ്റെ സൈസിനനുസരിച്ച് ഇവിടെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാവുന്നതല്ല. സോ നമ്മൾ സൈസിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും അലൈൻമെൻറ്റ് വരുന്നുണ്ട്.
ഓക്കെ.